ഹലോ, ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ്. സോ കുറേ കാലമായിട്ടാണ് ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് എടുക്കണം എന്ന് വിചാരിക്കും. ബട്ട് ഞാൻ എടുക്കും ചെയ്യും. എന്നിട്ട് എടുത്തിട്ട് ഇങ്ങനെ പകുതി ആകുമ്പോൾ ഞാൻ നിർത്തി വെക്കും. കാരണം എനിക്ക് മടിയാവും. ഒന്നെങ്കിൽ സ്റ്റോറേജ് ഫുള്ളാവും, അല്ലെങ്കിൽ മടിയാവും. പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ലല്ലോ കാണിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ ബോറിങ് ലൈഫ് ഇങ്ങനെ കാണിച്ച് ബാക്കിയുള്ളവരും കൂടി മടുപ്പിക്കാൻ എനിക്കും താല്പര്യമില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രം കാണിക്കാമല്ലോ വെച്ചിട്ടാണ്. സോ നമുക്കത് മുഴുവനാക്കില്ലെന്ന് നോക്കാം. പിന്നെ രാവിലെ നീച്ചപാട് ഈ കട്ടിലും തിൽക്കണയൊക്കെ നേരെയൊക്കെ ഇടുകയെന്ന് വെച്ചത് ചില ദിവസങ്ങളിൽ ചെയ്യും, അല്ലെങ്കിൽ സോഹ അതങ്ങനെയാണ്. ക്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നോക്കിയാൽ വേണ്ട, ഒന്നാകെ കുത്തി പറിച്ചിട്ടായിരിക്കും ഞാൻ പോവുക. ഇത് ചില നേരത്തെ ചെയ്യും, ചില നേരത്തെ ചെയ്യുമെന്നില്ല. സോ ഇത് ഇത്രയും നല്ല കുട്ടിയെന്നൊന്നും ആരും വിചാരിക്കണ്ട. എനിക്ക് തോന്നുമ്പോൾ ചെയ്യും, തോന്നുമ്പോൾ ചെയ്യില്ല. അത് പ്രത്യേകിച്ച് മൂഡിനനുസരിച്ചാണ്. പിന്നെ നമ്മൾ രാവിലെ തന്നെ കുളിച്ച് മാറ്റി നേരെ തിരൂർക്ക് പോയിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് ഹാമ്പറിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങാനായിരുന്നു. കാരണം മുസല്ലൻ്റെ ഒക്കെ ഇപ്പോൾ സെല്ല് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് കുറച്ച് അതിൻ്റെ ഓർഡർ കിട്ടിയാണ്. അതിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പോയത് ഞാൻ ആർട്ടിസ്റ്റിറ്റിക്ക് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ ക്ലോത്തും ബോക്സ് പിന്നെ ഈ ആക്രിൽ കട്ടിങ്ങൊക്കെ മേടിക്കുന്നത്. ഇവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടും. പിന്നെ നമുക്ക് വേണ്ട ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു തുണിയാട്ടോ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പോയത് ഈ നൂലും കാര്യങ്ങളൊക്കെ വാങ്ങാനായിരുന്നു. അതായത് സ്റ്റിച്ച് ചെയ്യാനുള്ള നൂല്, പിന്നെന്താ ഒരു റിബൺ. കാരണം ആ കടയിൽ നമുക്ക് റിബൺ കിട്ടിയിട്ടായിരുന്നു. അവിടെ അങ്ങനെ പ്രിൻറ്റഡ് റിബണാണ്, നോർമൽ റിബൺ. അപ്പോൾ ഈ ഒരു കടയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. എന്താ കടൻ്റെ പേരെന്താ, ബട്ടൺ വില്ല അങ്ങനെ എന്തോ ഇത്. ഇവിടെ നമ്മൾ ഫസ്റ്റത്തെ പണി വെച്ചാൽ ഈ നൂലുകൾ തപ്പിയെടുക്കലായിരുന്നു. കാരണം ആ ഒരു ക്ലോത്തൊക്കെ മാച്ചാക്കിയ നൂല് കിട്ടാനായിരുന്നു പാട്. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഹാമ്പർ വെക്കാനുള്ള ചോക്ലേറ്റും ഡേറ്റ്സും വാങ്ങാനായിട്ടാണ് പോയിരുന്നത്. ഇതിൻ്റെയൊക്കെ വ്ളോഗ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഈ ഒരു ഹാമ്പറിൻ്റെ ഒക്കെ എന്നുണ്ടാവും ഈ വ്ളോഗ് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് പോയത് നമ്മൾ ആ തുണി സ്റ്റിച്ച് ചെയ്യിപ്പിക്കാനായിരുന്നു. കാരണം അത് ഓവർലോക്ക് ചെയ്ത് ലേസ് വെച്ച് പിടിപ്പിക്കണം. അതിപ്പോൾ നമ്മൾ കടയിൽ കൊടുത്ത് ചെയ്യലാണ്. കാരണം അത് റിസ്ക്കാണ്. കാരണം ഓവർലോക്കൊന്നും ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ അടിച്ചിട്ട് വീട്ടിൽ പോകുന്നുണ്ടായിരുന്നത്. പിന്നെ നേരെ വീട്ടിൽ പോയി. കാരണം ഉച്ചയായപ്പോൾ അത്യാവശ്യം നല്ല വെയിലായിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും മേടിച്ചിട്ട് നേരെ പെരയിൽ പോയി. ഇനി ആ ഹാമ്പറൊക്കെ നമുക്ക് ഈവനിങ് ആകുമ്പോൾ തന്നെ കൊടുക്കാനുള്ളതിനോണ്ട് ഒക്കെ സെറ്റ് ചെയ്യാൻ വിചാരിച്ച്. കാരണം രണ്ട് ഹാമ്പർ ഈവനിങ് കൊടുക്കണം, ഒരു ഹാമ്പർ അടുത്ത ദിവസം കൊടുക്കണം. കാരണം ഇപ്പോൾ എന്തായാലും സെറ്റ് ചെയ്യല്ല. അപ്പോൾ എല്ലാം കൂടി സെറ്റ് ചെയ്തിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തൊക്കെ വെച്ചിട്ടുള്ളത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഒരു ഡ്രസ്സ് ഹാമ്പർ ചെയ്യുന്നുണ്ടായിരുന്നത്. ഈ ഡ്രസ്സ് ഹാമ്പർ ഡ്രസ്സ് എടുക്കാൻ പോകണം. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരിക്കണേ. സോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. പിന്നെ ഇനി ഖുർആനും മാറ്റിൻ്റെ ഈ ഹാമ്പർ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ ഇൻസ്റ്റൈഡും കോൺടാക്റ്റ് നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. സോ ആവശ്യമുള്ളവരൊക്കെ മെസ്സേജ് ആക്കാൻ മറക്കണ്ട. ഇതാണ് നമ്മൾ പറഞ്ഞ ഡ്രസ്സ് ഹാമ്പർ. ഈ ഡ്രസ്സ് ഹാമ്പറിൽ ഡ്രസ്സും ചോക്ലേറ്റും അട്ട വെക്കാണ്ടായിരുന്നത്. ഫസ്റ്റ് ഞാൻ ഡ്രസ്സൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിരുന്നു. ഞാൻ ഓക്കെ ഇത്രയല്ലുള്ളൂ വെക്കാനുള്ളൊരു ഇതിലാണ് ഉണ്ടായിരുന്നത്. കാരണം ചോക്ലേറ്റൊക്കെ ഫ്രിഡ്ജിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ വീഡിയോ എടുക്കാൻ പോയി അപ്പോൾ ടൈമിൽ അപ്പോൾ ഇതിൽ എന്തൊക്കെയോ കുറവുണ്ടല്ലോ എന്ന് മനസ്സിലായി. അപ്പോഴാണ് ഓർമ്മ വന്നത്, ഇതിൽ സാധനം വെക്കാനുണ്ട്. ഇതാണ് റമദാൻ സ്പെഷ്യൽ ഹാമ്പർ. ഇതിൽ അത്യാവശ്യം കുറേ സാധനങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു ഹാമ്പറാണ്. ഡേറ്റ്സ് ഉണ്ട്, ഹാഫ് kg ഡേറ്റ്സ്, പിന്നെ നമ്മളെ മുസല്ലൻ്റെയും ഖുർആൻ്റെയും ആ സെറ്റ് ഉണ്ട്. പിന്നെ അതേപോലെ പ്രയർ ഡ്രസ്സ് വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക ചോക്ലേറ്റും പിന്നെ ഒരു സെൻറ്റും പിന്നെ ഒരു കൗണ്ടറുമാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഇത് കസ്റ്റമൈസ്ഡ് ആട്ടോ, പക്ക കസ്റ്റമൈസ്ഡ് ആണ്. നമുക്ക് റെഫറൻസ് അയച്ചു തന്നിട്ട് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചെയ്താലും ഹാമ്പറാണ് ഇത്. പിന്നെ നമ്മൾ റേറ്റിനനുസരിച്ച് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഐറ്റംസ് മാറ്റിക്കണമെന്ന് മാത്രം. സോ നിങ്ങൾക്ക് ഇതും വേണമെങ്കിൽ മെസ്സേജ് അയക്കാനാണ്. നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ അടി കൊടുക്കുന്നുണ്ട് ഡീറ്റെയിൽസ്. സോ പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പാക്ക് ചെയ്യും കാര്യങ്ങളും കഴിഞ്ഞ് പിന്നെ ഫുൾ ഫോട്ടോ എടുക്കലായിരുന്നു. കാരണം ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബെസ്റ്റ് പാർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വീഡിയോസും ഫോട്ടോസും ഔട്ട് ചെയ്യുക എന്നുള്ളതല്ലേ. കാരണം നമ്മൾ വീഡിയോസും ഫോട്ടോസും കണ്ടിട്ടായിരിക്കും നമ്മൾ ഓർഡേഴ്സ് ഇനി കിട്ടുന്നുണ്ടാവുക. സോ കുറേ അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ടാവും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടാവുക.
പിന്നെ ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് പാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ടോപ്പർ ഒട്ടിച്ചിട്ട് അതിന് മേലെ സ്റ്റിക്കർ ഇടുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ ഓൻ്റെടാ ശരിക്കും പറഞ്ഞാൽ അത് നല്ലൊരു അടിപൊളി സെറ്റാണ്. കാരണം നമ്മളെല്ലാതും കഴിഞ്ഞു ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമ്പോൾ ശരിക്കും അടിപൊളി തന്നെയാണ്. പിന്നെ ഈ ആക്കിൾ കട്ടറിന് മെയിൻ പ്രശ്നം പിടിച്ച് വലിച്ചൊന്നും ഊരാൻ പറ്റില്ല, അപ്പോൾ പൊട്ടും, ഭയങ്കര തിന്നാണ്. ഇതാണ് ഞാൻ പറഞ്ഞത് മോസ്റ്റ് സാറ്റിസ്ഫൈങ് പാർട്ട്. കണ്ടോ അതുകൊണ്ട് വലിച്ചിങ്ങനെ ഊരുമ്പോൾ കിട്ടുന്നതിൻ്റെ സുഖം. അത് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ ഇതെല്ലാം കുറേതായിട്ട് കൊണ്ടുപോയി കൊടുക്കേണ്ട ഒരു ഐറ്റമാണ്. ഒന്ന് വെഡ്ഡിങ് ആനിവേഴ്സറിക്കുള്ള ഹാമ്പറും മറ്റേത് ഒരു റമദാൻ സ്പെഷ്യൽ ഹാമ്പറായിരുന്നു. ഇത് രണ്ടും ഓരോരുത്തർക്ക് ഇട്ട് തന്നെയാണ്. കാരണം എൻ്റെ തറവാട്ടിക്കാണ് കൊടുക്കാനുള്ളത്. എത്തിലെ ബിൽഡപ്പിൻ്റെ ഒരു ദിവസം ചെയ്യുക. പിന്നെ ഒരു നൈറ്റ് ഈവനിങ് ആയിരുന്നു ഇത് കൊണ്ടുകൊടുക്കുക. നൈറ്റ് നമുക്കൊരു നോമ്പ് തുറക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ വീട്ടിൽ വന്ന് അടുത്ത ദിവസം അറബിക്ക് എക്സാം ആയതിനെക്കൊണ്ട് അതിനെ കുറച്ച് പഠിക്കാമായിരുന്നു. എക്സാമല്ലേ എന്തെങ്കിലുമൊക്കെ പഠിക്കണമല്ലോ. പിന്നെ പഠിക്കാതിരിക്കുമ്പോൾ തിന്നാതെടുക്കുക എന്നുള്ളത് മെയിനാണ്. ഇത് ഞാൻ ടൈം കാണിച്ചിരുന്നു, പക്ഷേ ടൈം കറക്റ്റാണ്. ഒരു 11:30 ടൈമാണ് തോന്നുന്നത്. 11 അത്രയോ ആണ് നമ്മൾ പഠിക്കാതിരിക്കുന്ന ടൈം. പിന്നെ കുറച്ച് പഠിക്കാതിരുന്നുണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ പഠിക്കാതിരുന്നാണ് ഇരുന്നത്. കാരണം ഒരു ദിവസത്തെ തൊട്ടിടിയാണ് എന്തെങ്കിലുമൊക്കെ എഴുതണമല്ലോ നാളെ വെച്ചിട്ട് പഠിക്കാമായിരുന്നു. പക്ഷേ കുറച്ച് കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല ഉറക്കം വരൽ തുടങ്ങി. ഉറക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പൊടിക്ക് തന്നെ കിട്ടൂല. കുറേയൊക്കെ വർക്ക് ചെയ്യാൻ പിടിച്ചു. ഉറക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ അവസാനം വീഡിയോ അവിടെ ഓണാക്കിയിട്ട് അവിടെ അടിയിൽ കിടന്ന് ഉറങ്ങലേ. പിന്നെ കുറച്ച് ബോധം വന്നു എനിക്ക് വീഡിയോയുടെ പാട്ടിലും ഞാൻ എൻ്റെ പാട്ടിലും കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ പോയി കയറി കിടന്നു. പിന്നെ ബാക്കി പഠിച്ചതൊക്കെ രാവിലെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ.